ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗിറ്റ് അതിനെപ്പറ്റിയാണ്. അത് ഞാനൊരു പ്രോപ്പർ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു തിയറി പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ പറയാം എന്താണ് ഗിറ്റ്. ഗിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു സോഫ്റ്റ്വെയർ ടൂള്. അത് നിങ്ങളുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഫയൽസ് അതൊക്കെ ട്രാക്ക് ചെയ്യും. എന്തിനാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഒരു ഫയൽ ഉണ്ട്. ആ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് കണ്ടന്റ് അതിൽ ആഡ് ചെയ്യും, അത് സേവ് ചെയ്യും. പിന്നെയും ആ ഫയൽ എടുക്കും, അതിൽ കുറച്ചുകൂടി അധികം കണ്ടന്റ് ആഡ് ചെയ്യും, എന്നിട്ട് സേവ് ചെയ്യും. വീണ്ടും ആ ഫയൽ എടുക്കും, ആ ഫയൽ എടുത്തിട്ട് കുറച്ച് കണ്ടന്റ് റിമൂവ് ചെയ്യും, എന്നിട്ട് സേവ് ചെയ്യും. അപ്പോൾ ഓരോ തവണ ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ നിങ്ങൾ ചേഞ്ചസ് നടത്തുന്ന ടൈമിൽ ഗിറ്റ് ഇതെല്ലാം എന്ത് ചെയ്യും? ട്രാക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഓരോ ചേഞ്ചസും ഓരോ വേർഷൻ ആയിട്ടാണ് ഗിറ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ഫയല് V1 വേർഷൻ 1, V2 വേർഷൻ 2 ആൻഡ് V3 വേർഷൻ 3. ഇങ്ങനെ ഗിറ്റ് വേർഷൻസ് കൺട്രോൾ ചെയ്യും. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഏതൊരു വേർഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വേർഷനിലേക്കും സ്വിച്ച് ചെയ്യുമ്പം ആ വേർഷനിൽ ആ ഫയലിൻ്റെ ഉണ്ടായ എന്താണോ അതിൻ്റെ സ്റ്റേറ്റ്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് ആ ഫയൽ കിട്ടും. ഇതുകൊണ്ടാണ് ഗിറ്റിനെ വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് ആക്ച്വൽ പർപ്പസ് ഓഫ് ഗിറ്റ്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം.